ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPO കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി ലോകത്തിലെ തന്നെ ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ടെക്നോളജി കമ്പനികളിൽ ഒന്നാണ്. അതായത് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് എന്ന് പറയുന്നൊരു കമ്പനി. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമ്മൾ SaaS എന്ന് പറയും, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഇത്തരമൊരു കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ് ഇത്. അപ്പോൾ കമ്പനീൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ കമ്പനി ഒരു ഭീമൻ കമ്പനി തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നൊരു ഇൻഡസ്ട്രിയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഹോട്ടൽസ്, എയർലൈൻസ്, ഓൺലൈൻ ട്രാവൽ ഏജൻറ്റ്സ്, മെറ്റാ സെർച്ച് കമ്പനീസ്, പാക്കേജ് പ്രൊവൈഡേഴ്സ്, കാർ റെൻ്റൽ, ക്രൂയിസ്, ഫെറീസ്, അങ്ങനെ പറഞ്ഞിട്ട് പലവിധം വെർട്ടിക്കലിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നൊരു ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക എല്ലാ വെർട്ടിക്കലിലും കമ്പനിയുടെ ബിസിനസ് നടത്തുന്നുണ്ട്. ഡാറ്റ ആസ് എ സർവീസ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് ടെക്നോളജി തുടങ്ങിയ 3 ബിസിനസ് യൂണിറ്റുകൾ വഴിയാണ് കമ്പനീൻ്റെ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ടെക്നോളജി സൊല്യൂഷൻസ് ബിസിനസ് ചെയ്യുന്നത്. 2021 ജൂൺ 30 വരെയുള്ള കണക്ക് പ്രകാരം 1400ഓളം കമ്പനികളായിട്ട് ടൈഅപ്പുകളുണ്ട്, ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അതിൽ 8 ഗ്ലോബൽ ഫോർച്യൂൺ 500 കമ്പനീസ് ഉണ്ട്. അത് ഇവരുടെ ഒരു വലിയ സ്ട്രെങ്ത്താണ് ഇത്രയും വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ കമ്പനിക്ക് പ്രധാനമായിട്ട് വരുന്ന മാർക്യൂ കസ്റ്റമേഴ്സ് ആയിരുന്നു പറഞ്ഞാൽ ഓയോ ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, ഗെസ്ലർ കളക്ഷൻ, ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടൽ ഗ്രൂപ്പ്സ് തുടങ്ങിയവരൊക്കെയാണ് കമ്പനീൻ്റെ മാർക്യൂ കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ കമ്പനിക്ക് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. ഔട്ട്ലൈൻ നോക്കുമ്പോൾ കമ്പനി ഒരു ഗംഭീര കമ്പനി തന്നെയാണ്. നല്ല ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. കമ്പനിയുടെ പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്, അവരുടെ ഒരു കസ്റ്റമർ ബേസാണ്. ഇത്രയും വലിയൊരു കസ്റ്റമർ ബേസ് ഉള്ളൊരു കമ്പനിയാണ്. ഗ്ലോബലായിട്ടും ഇന്ത്യക്കകത്തായിട്ടും ഇത്രയും വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ട് എന്നുള്ളത് അവരുടെ ഒരു വലിയ സ്ട്രെങ്ത്താണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാണ് ഇവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയകളും ബിസിനസ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഒരു പ്രധാന സ്ട്രെങ്ത് ആയിട്ട് പറയേണ്ടത് ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ ട്രാവൽ ആൻഡ് ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക മേഖലകളിലും ഇവർ ബിസിനസ് നടത്തുന്നുണ്ട്. അത് ഇവരുടെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീടൊരു പ്രധാന കാര്യം പറയുന്നത് നല്ലൊരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം ടൂറിസം മേഖലയിൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ ഈ കമ്പനികളിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് കമ്പനി മുൻകാലങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിലും ടൂറിസം കാര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി മേഖലകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ കമ്പനി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതാണ് കമ്പനീൻ്റെ ഭാഗത്തു നിന്നും എക്സ്പേർട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ട്സ്. പിന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടീമാണ് കമ്പനിക്കുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കമ്പനീൻ്റെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളത്. ഒബ്ജക്ട്സ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം റീപേയ്മെൻറ്റ് ഓർ പ്രീപേയ്മെൻറ്റ് ഓഫ് ലോൺസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അത് പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യം റേറ്റ് ഗെയിൻ UK നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടെന്ന്. അപ്പോൾ റേറ്റ് ഗെയിൻ UK ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോൺസിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ പ്രീപേയ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ IPO വഴി പണം സമാഹരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അക്വിസിഷന് വേണ്ടിയിട്ടാണ്. ഡിസ്ട്രിബ്യൂഷൻ ഹോസ്പിറ്റാലിറ്റി ഇൻ്റലിജൻസ് സിസ്റ്റംസ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അക്വിസിഷന് വേണ്ടിയിട്ടാണ് കമ്പനി പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത്. മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിനും മറ്റ് അക്വിസിഷനും ഇനോർഗാനിക് ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പണം കണ്ടെത്തുന്നത്. പിന്നെ അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത് ടെക്നോളജി ഇന്നോവേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതർ ഓർഗാനിക് ഗ്രോത്ത് ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി നല്ലൊരു ടെക്നോളജി ക്യാപ്പബിലിറ്റിയൊക്കെ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരം പുതിയ ടെക്നോളജിയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ IPO വഴി പണം സമാഹരിക്കുന്നത്. അടുത്തൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് കമ്പനീൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടാണ്. പിന്നുള്ളൊരു കാര്യം സാധാരണയായിട്ട് പറയുന്നത് ജനറൽ കോർപ്പറേറ്റ് പർപ്പസസ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് റേറ്റ് ഗെയിൻ IPOയുടെ IPO ടൈം ടേബിളാണ്. ഡിസംബർ 7-ാം തീയതിയാണ് IPO ഓപ്പൺ ചെയ്യുന്നത്. IPO ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 9-ാം തീയതി. ബേസിസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഡിസംബർ 14-ാം തീയതിയാണ്. ഇനീഷ്യേഷൻ ഓഫ് റീഫണ്ട്സ് നടക്കുന്നത് ഡിസംബർ 15-ാം തീയതി. ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് നടക്കുന്നത് ഡിസംബർ 16-ാം തീയതി. IPO ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഡിസംബർ 17-ാം തീയതിയാണ്. 1335.74 കോടി രൂപയുടെ ഇഷ്യൂ സൈസിലാണ് IPO വരുന്നത്. അതിൽ 375 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും 960.74 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലുമാണ് നടക്കാനിരിക്കുന്നത്.
₹1 പെർ ഇക്വിറ്റി ഷെയറാണ് ഫേസ് വാല്യൂ. 405 രൂപ മുതൽ 425 രൂപ വരെയാണ് IPOയുടെ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 35 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു മാർക്കറ്റ് ലോട്ട്. 40 രൂപ എംപ്ലോയി ഡിസ്കൗണ്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ 35 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു മാർക്കറ്റ് ലോട്ട്. നമ്മളെ മിനിമം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോട്ടാണ്. ഒരു ലോട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ മിനിമം ആപ്ലിക്കേഷനായ ഒരു ലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 14,875 രൂപയാണ്. മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 13 ലോട്ടാണ്. 13 ലോട്ടിൽ 455 എണ്ണം ഷെയറുകളുണ്ടാവും. അപ്പോൾ മാക്സിമം ആപ്ലിക്കേഷൻ വേണ്ട മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1,93,375 രൂപയാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 2019, 2020, 2021 ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസിൻ്റെ മുഴുവൻ സമ്മറിയും 2022 ഫിനാൻഷ്യൽ ഇയറിലെ 5 മാസത്തെ സമ്മറിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ റവന്യൂ, എക്സ്പെൻസ്, നെറ്റ് ഇൻകം എന്നീ കാര്യങ്ങൾ നമ്മൾക്കൊണ്ട് കാണാൻ പറ്റും. ഇവിടെ കൊടുത്ത എമൗണ്ടൊക്കെ കോടികളിലാണ്. അതിൽ നമുക്ക് മൂന്നാമത്തെ റോ ആയ നെറ്റ് ഇൻകം ഒന്ന് കൺസിഡർ ചെയ്യാം. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 11 കോടി രൂപയാണ് നെറ്റ് ഇൻകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2020 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് നെറ്റ് ഇൻകത്തിലേക്കാണ് പോയിരിക്കുന്നത്. 20.1 കോടി രൂപയുടെ നെഗറ്റീവ് നെറ്റ് ഇൻകമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ ആ നഷ്ടം വീണ്ടും കൂടിയിട്ടാണുള്ളത്. 28.6 കോടി രൂപയുടെ നെഗറ്റീവ് നെറ്റ് ഇൻകമാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ 5 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ ഈ സ്ഥിതി മറിച്ചൊന്നല്ല, നഷ്ടത്തിലാണുള്ളത്. 8.3 കോടി രൂപയുടെ നെഗറ്റീവ് നെറ്റ് ഇൻകമാണ് കമ്പനി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ 2019 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഒരു പോസിറ്റീവ് നെറ്റ് ഇൻകമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2019 കൊറോണ എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ ലോകത്തിൽ മൊത്തം നടക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ഗ്ലോബൽ കമ്പനിയാണ്. ഇത് മൊത്തം ഈ ഒരു കമ്പനീനെ മാത്രമല്ല, ഈ ഒരു ഇൻഡസ്ട്രീനെ മൊത്തം ബാധിച്ചൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു നെഗറ്റീവ് പെർഫോമൻസ് എന്നാണ് എക്സ്പേർട്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. എന്നിരുന്നാലും ചുരുക്കി പറയുമ്പോൾ ഇപ്പോഴും കമ്പനി നഷ്ടത്തിലാണ്. കമ്പനിയിലെ നിലവിലത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ നഷ്ടത്തിലാണ് എന്ന് വേണം നമുക്ക് പറയാൻ. 2021 ഫിനാൻഷ്യൽ ഇയർ പ്രകാരമുള്ള കമ്പനീൻ്റെ വാല്യുവേഷൻസ് നമുക്ക് നോക്കാം. EPS കാണിക്കുന്നത് -3.09, RONW റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് കാണിക്കുന്നത് -11.67%, ROCE കാണിക്കുന്നത് -4.56%, അഡ്ജസ്റ്റഡ് എബിറ്റ കാണിക്കുന്നത് 9.44%, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.48%, നെറ്റ് അസറ്റ് വാല്യൂ NAV വരുന്നത് 26.49 രൂപ. റേറ്റ് ഗെയിൻ IPOയുടെ റിസർവേഷൻ പാറ്റേൺ നോക്കാം. QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് 50%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 35%, NII നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 15% റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാനു ചോപ്ര, മേഘ ചോപ്ര തുടങ്ങിയ 2 പേരാണ് കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളത്. ഇവിടെ പ്രീ ഇഷ്യൂ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ആയിട്ട് കാണിക്കുന്നത് 67.29%. IIFL സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി ലിമിറ്റഡ്, നൊമോറ ഫിനാൻഷ്യൽ അഡ്വൈസറി ആൻഡ് സെക്യൂരിറ്റീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജേഴ്സ് ആയിട്ടുള്ളത്. K ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡാണ് IPOയുടെ രജിസ്ട്രാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റേറ്റ് ഗെയിൻ എന്ന കമ്പനീൻ്റെ IPOനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നല്ലൊരു കമ്പനിയാണ്, നല്ല വർക്കിംഗ് മോഡലിലുള്ള നല്ല ഗ്ലോബൽ പ്രസൻസ് ഒക്കെ ഉള്ള കമ്പനി തന്നെയാണ്. പക്ഷേ ടൂറിസം, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നൊരു മേഖലയിൽ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കമ്പനീൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഫിനാൻഷ്യൽ സമ്മറിയിലും ആ ഒരു കാര്യം എടുത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം. ഈ ഒരു IPOയിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയ ഒരു സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ IPOൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റഫ് ഔട്ട്ലൈൻ മാത്രമാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഇന്ന് ചെയ്ത റേറ്റ് ഗെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനീൻ്റെ IPOനെ കുറിച്ച് ചെയ്ത ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓഹരി വിപണിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്